ഇന്നൊരു ചീറ്റപ്പുലിയെ കാണിച്ചുകൊണ്ട് തുടങ്ങാം. കുറേ പേര് എൻ്റെ അടുത്ത് കോസ്റ്റ് എത്രയാണെന്ന് ചോദിച്ചു. എനിക്ക് അറൗണ്ട് 2 lakhs ആയി. ഞാൻ 2 മാസം മുമ്പാണ് ഫ്ലൈറ്റ് ബുക്ക് ചെയ്തത്. അപ്പോൾ അതിന് തന്നെ 50,000 ആയി അപ്പ് ആൻഡ് ഡൗൺ. നിങ്ങളൊരു 4 months ബാക്കൊക്കെ എടുത്താൽ കുറച്ച് കുറയുമായിരിക്കും. പക്ഷേ ഏത് വീഡിയോ കണ്ടാലും 2 lakhs ഒക്കെയാണ് എല്ലാവർക്കും എക്സ്പെൻസ് പറയുന്നത്. ഏറ്റവും കുറച്ചാലും എനിക്ക് തോന്നുന്നു 1 to 1.5 ഇടയ്ക്ക് എന്തായാലും ആകും എന്നാണ് തോന്നുന്നത്. പിന്നെ ഞങ്ങൾ പോയത് ടാൻസാനിയ ബോർഡറിൽ പോയി. മസൈ മാര ടാൻസാനിയ ബോർഡറിൻ്റെ അടുത്താണ്. അവിടെ ബോർഡർ ലൈൻ ഫിക്സ് ചെയ്തിരിക്കുന്ന ഇതുപോലെ മൃഗങ്ങളുടെ തലയൊക്കെ വെച്ചിട്ടാണ്. അവിടെ ഒരു ചെറിയ ട്രെക്കിംഗ് ഉണ്ടായിരുന്നു. ട്രെക്കിംഗ് കഴിഞ്ഞിട്ട് നേരെ ചെല്ലുന്ന ഒരു റിവറിലേക്കാണ്. അവിടെ ഹിപ്പോപ്പൊട്ടാമസിനെയും ക്രോക്കഡൈലൊക്കെ കണ്ടു. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കാടിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നിട്ട് ലഞ്ച് ഉണ്ടായിരുന്നു. അതൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. പിന്നെ കുറേ പേര് ചോദിച്ചു അവിടെ സേഫ് ആണോ ഈ ജീപ്പ് സഫാരി പോകുമ്പോൾ. ആക്ച്വലി ഈ മൃഗങ്ങളെല്ലാം ജനിച്ച അന്ന് മുതലേ ഈ ജീപ്പ് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിനുള്ളിൽ ഇരുന്നാലും അവർക്ക് ഈ ജീപ്പ് മാത്രമേ ഇതൊരു മൊത്തത്തിൽ ഒരു ജീപ്പായിട്ട് സെൻസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മൾ കൈയോ തലയോ പുറത്തിട്ടാണെങ്കിൽ അവർക്ക് നമ്മളെ സെപ്പറേറ്റ് സെൻസ് ചെയ്യാൻ പറ്റും. ലഞ്ച് ടൈമിൽ നമ്മൾ എന്തെങ്കിലും പക്ഷികളോ മൃഗങ്ങളൊക്കെ വന്നാൽ അതിനെ ഫീഡ് ചെയ്യരുതെന്ന് പറയും. ഈ സീബ്ര ഇങ്ങനെ ക്രോസ് ചെയ്യുന്ന കണ്ടിട്ട് എൻ്റെ ഗൈഡ് തമാശയ്ക്ക് പറയാണ്, ഇതാണ് സീബ്ര ക്രോസ് ലൈൻ എന്ന്. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ ഞാൻ താമസിക്കുന്ന ടെൻറ്റിൻ്റെ തൊട്ടടുത്ത മൃഗങ്ങളൊക്കെ വരാറുണ്ടെന്ന്. അപ്പോൾ നെക്സ്റ്റ് ഡേയിൽ ഞാൻ ഇതുപോലെ നോക്കുമ്പോൾ കുറച്ച് ആനകൾ തൊട്ടടുത്തായിട്ടാണ് ആനകൾ കാണുന്നത്. അപ്പോഴാണ് ഞാൻ അവിടെ ചോദിച്ചപ്പോൾ പറയുന്നു ഈ ആനകളും ഹൈനയും ഒക്കെ ടെൻറ്റിൻ്റെ ഫ്രണ്ടിലൂടെയൊക്കെ വരാറുണ്ടല്ലോ എന്നുള്ളത്. അവിടെ അങ്ങനെ എന്താ പറയുക ടെൻറ്റിന് വേണ്ടി പ്രത്യേകം ഫെൻസ് കേട്ടോ അല്ലെ ഇലക്ട്രിക് ഫെൻസോ അങ്ങനെ ഒന്നുമില്ല. അപ്പം എപ്പോൾ വേണമെങ്കിലും മൃഗങ്ങളൊക്കെ വരാം.